ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഒരു ദിവസം ചോട്ടാ ഭീം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി എനിക്കൊരു ലഡ്ഡു കഴിക്കണം എന്ന്. അങ്ങനെ ഞാനൊരു അടിപൊളി ലഡ്ഡു ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിന് വേണ്ടത് കടലമാവാണ്. ഇവിടെ 1 kg എടുത്തിട്ടുണ്ട്. എനിക്ക് എത്രയൊന്നും വേണ്ട, ഞാൻ പറഞ്ഞ അളവും കാര്യങ്ങളൊക്കെ എത്ര വേണമെന്ന് ഞാൻ അവിടെ ഇട്ടു. പിന്നെ മുളക് പൊടി വേണം, അതിൻ്റെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റാണ്. കുറച്ച് കളർ കൊടുക്കാൻ അത് അത്യാവശ്യമാണ്. ഒരു പാത്രം വേണം, കുറച്ച് വലിയ, നിങ്ങൾ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത്ര വലിയ പാത്രം. ഞാൻ കുറേ ആൾക്കാർക്ക് ഉണ്ടാക്കുന്നില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ഓയിൽ, വെളിച്ചെണ്ണ എടുക്കുക, എന്തും എടുക്കുക. പിന്നെ ഉപ്പും വേണം. ഇത്ര സാധനമാണ് നമുക്ക് ബേസിക്കായിട്ട് ആദ്യം തന്നെ വേണ്ടത്. ഞാൻ 4 കപ്പ് കടല മാവാണ് ആദ്യമായിട്ട് എടുത്തത്. 4 കപ്പ് കൊണ്ട് ഏകദേശം ഒരു 26-27 ലഡ്ഡു ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് എത്ര വേണം എന്ന് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ ഞാൻ എടുക്കുന്ന കപ്പ് കണ്ടല്ലോ, അത് അതിൻ്റെ കപ്പിന് ഇത് എത്രയൊക്കെ വലിപ്പമൊക്കെ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ 4 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് വേണ്ട ക്വാണ്ടിറ്റി നിങ്ങൾക്ക് എത്ര വേണമെന്ന് ചോദിച്ചാൽ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി വേണം. അത് ആദ്യം ഇട്ടപ്പോൾ എനിക്കൊരു കറക്റ്റ് ഒരു അളവ് കിട്ടിയില്ല, അത് ഞാൻ കുറച്ചുകൂടി ഇട്ടതാണ്. എല്ലാം തട്ടിക്കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കതിലേക്ക് ഉപ്പ് കൂടി വേണം. ഉപ്പൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ജസ്റ്റ് പേരിന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഓയിലും കൂടെ വേണം. ഇത് ഉണ്ടാക്കാൻ ശരിക്കും കറക്റ്റായിട്ട് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ധാരാളമാണ്. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇത്ര മതിയെങ്കിൽ കുക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് അത്ര പോലും വേണ്ട. ഞാൻ പിന്നെ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു 1 മണിക്കൂർ എന്നുള്ള സമയം ഞാൻ പറഞ്ഞത്. ശരിക്കും അത്ര ഒന്നും ഇല്ല. പിന്നെ അടുക്കളയൊക്കെ കൈകാര്യം ചെയ്ത് ശീലമുള്ള ആൾക്കാർക്ക് അത്ര സമയത്തിൻ്റെ ആവശ്യമേ ഇല്ല. അതിനുശേഷം ഞാൻ പിന്നെ വെള്ളം എടുത്തു. കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പിന്നെ ഞാൻ അവസാനം കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനത് കറക്റ്റ് മിക്സ് ചെയ്തെടുത്തു. നന്നായിട്ട് മിക്സായിട്ട് ഞാൻ അങ്ങനെ കാണിച്ചു തരാം അവസാനം ഏതൊരു പരുവത്തിൽ വേണമെന്ന്. എന്നിട്ട് അത്രയും മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആകെ ഒരു 5 ഇൻഗ്രീഡിയൻസ് ആണ് കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ട്, അത്രയും നമ്മുടെ വീട്ടിൽ ഉള്ള സാധനങ്ങളും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലഡ്ഡു ആണ്. ഇത്ര ടേസ്റ്റ് ഉണ്ടാവും പോലും ഞാൻ ഉണ്ടാക്കുമ്പോൾ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഇത് സക്സസ് ആവുമെന്ന് പോലും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം, ഫ്ലോപ്പായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലെത്തി. പക്ഷേ ഇതുമല്ല, ഇതിലും ലൂസായിട്ട് വേണം നമുക്ക്. നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പം ഒരു ലഡുവിന് നമ്മളൊരു 10 രൂപയോ 12 രൂപയോ അങ്ങനെ എന്തോ കൊടുക്കണം തോന്നി, എനിക്ക് അറിഞ്ഞൂടാ കറക്റ്റ്. അതിലും നല്ലത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുക. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് മനസ്സിലായി എനിക്ക്. പിന്നെ ഇതിന് ആകെ വേണ്ട ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടല മാവാണ്. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. വെളിച്ചെണ്ണ നമ്മളെ വീട്ടിലുണ്ട്, ഉപ്പുണ്ട്, പിന്നെന്താ വെള്ളം, മഞ്ഞൾപ്പൊടി, ഇതൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു പഞ്ചസാര ലായനി കൂടി ഉണ്ടാക്കണം. അതിന് പഞ്ചസാര വെള്ളം മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ചില വീട്ടിലുണ്ടാവില്ല, ചില വീട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വേണ്ടത് പറഞ്ഞാൽ ഇത് കടലമാവ് മാത്രമാണ്. അപ്പോൾ ഞാൻ വീണ്ടും വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു, ഈ ഒരു പരുവത്തിലാക്കി എടുത്തു. ശരിക്കും ഇത്രയും പോരാ. ഇതിൻ്റെ അവസാനം ഞാൻ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ട് അവസാനം ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഇപ്പം ഏകദേശം ഇങ്ങനെയൊക്കെ ആയി. അപ്പം ഞാൻ കാണിച്ചു തരാം, ഈ ഒരു പരുവത്തിലായി. ഇതെങ്ങനെ ലൂസായിട്ട്, പക്ഷേ ഇതുമല്ല, ഇതിലേക്കാൾ ലൂസ് ആവണം കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിലേക്ക് ഒരു 2 കപ്പ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ നാട്ടിലൊക്കെ കിട്ടുന്ന വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും വേണേൽ യൂസ് ചെയ്യുക. ഈ തിരി കത്തുന്ന കണ്ടിട്ട് ആരും വിചാരിക്കേണ്ടത് എന്താ ഇങ്ങനെയെന്ന്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പോൾ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പം അതാണ് ആ വെള്ളം ഉള്ളതുകൊണ്ടാണ് മരിക കത്താത്തത്. അപ്പം ഞാൻ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ വേറൊരു സാധനം എടുക്കാൻ പോയി, അതാണ് ഇതിനെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് ഞാൻ വെളിച്ചെണ്ണ എടുക്കുന്നത്. ആ കപ്പിൻ്റെ അതേ അളവിൽ തന്നെയാണ് ഞാൻ കടലമാവ് എടുത്തത്. ഞാൻ വെളിച്ചെണ്ണ അല്ല എടുത്തത്, നോർമൽ ഓയിലാണ് എടുത്തത്. അപ്പോൾ 2 കപ്പ് ഓയിൽ ഞാൻ ഇട്ടെടുത്തു. ഇത് ചൂടാകുന്നവരെ കാത്ത് നിൽക്കുക. ഇത് ചൂടായി കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഓരോ ഡ്രോപ്പായിട്ട് ഇത് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അതിന് പകരം ഒരു കയ്യിലെടുത്തത് ഈ സാധനം എടുത്തു. അപ്പോൾ എനിക്കിവിടെ ഒരു ചെറിയായിട്ട് പണി വാളിപ്പോയി. എവിടെയാണെന്ന് വെച്ചാൽ ഈ ബാറ്ററി ഞാൻ ഈ കയ്യിലിൻ്റെ മേലെ ഒട്ടിച്ച് കൊടുത്തപ്പോൾ അതങ്ങോട്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. അതിനർത്ഥം എനിക്ക് പിന്നെ മനസ്സിലായി ഞാൻ ഉണ്ടാക്കിയ ബാറ്ററി കുറച്ചുകൂടി കട്ടിയാണ്, കുറച്ചുകൂടി ലൂസാണ്. അതാ ഞാൻ മുന്നേ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലാണ് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടോ, ആദ്യം അതിങ്ങനെ ആക്കിയെടുത്തു.
പിന്നെ അതിലേക്ക് അത് താഴേക്ക് ഉറ്റണില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഉറ്റിയതൊക്കെ ഭയങ്കര കട്ടയിട്ട് സൈഡിൽ കൂടെ വീണതാണത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഇത് കുറച്ചുകൂടി വെള്ളം വേണം. അങ്ങനെ ഞാൻ വീണ്ടും വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല പ്രോപ്പറായിട്ട് ഞാനത് കറക്റ്റായത് താഴേക്ക് വീണു. പിന്നെ ആവേശം കൊണ്ട് തുടക്കക്കാരൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താ പറയുക, അടുത്ത് പോയിട്ട് കൈ വെക്കാതിരിക്കുക. കൈയൊക്കെ പൊള്ളി, കൈയൊക്കെ നാശമാവും. എനിക്ക് അങ്ങനെ ഒരു അമളി പറ്റി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ ഓയിൽ ഈ കയ്യിൽ പിടിച്ചിട്ട് കുറച്ച് മേലെ വെക്കാണ്ട് അതിനെ കുറച്ചുകൂടി അടുത്ത് വെച്ചാൽ നമുക്കൊന്നും അപകടമൊന്നും പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, അതിൻ്റെ മേലെ കുറച്ച് വലിയ സംഭവമായിരിക്കും മേലെ ഞാൻ പിടിച്ചു, അതുകൊണ്ട് എൻ്റെ കയ്യിലേക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പൊരിഞ്ഞൊരു സാധനം വരും. അങ്ങനെ ഒരു 5-6 വട്ടം ഞാനങ്ങനെ ചെയ്തു. അങ്ങനെ ഞാൻ കുറേ വട്ടം ചെയ്തു. അപ്പോൾ ഞാൻ ഭയങ്കര സ്പീഡിലിട്ടിട്ടോ ഞാൻ കാണിച്ചിരുന്ന ഒരു ക്ലിപ്പ് പോലും ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങനെ തന്നെ ഇട്ടതാണ്. അങ്ങനെ അവസാനം ഞാൻ ചെയ്ത് കഴിഞ്ഞ് ഒരു 5-6 ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതാ എനിക്ക് ഇത്രയോ ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ കിട്ടി. പിന്നെ ഇതിൽ കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, നമ്മൾ ലഡ്ഡു കഴിക്കുമ്പോൾ കുറേ ഓയിലൊക്കെ ഉണ്ടാവുമല്ലോ നോർമലി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം, പഞ്ചസാര ലായനി. അപ്പോൾ അത് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഗ്യാസ് ഓൺ ചെയ്ത് വെച്ച് പാത്രം അങ്ങോട്ട് വെച്ചിട്ടു. ഞാൻ വെള്ളം എടുക്കാൻ പോയി. അപ്പോഴത്തേന് അതാണ് ഇങ്ങനത്തെ ഒരു ഇത് വന്നത്. പിന്നെ വെള്ളത്തിൽ 1 കപ്പ് വെള്ളത്തിൽ 1.5 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് അലിയിച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ഗീ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ ശരിക്കും അതില്ലാത്തതുകൊണ്ട് ഞാൻ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ബട്ടർ ആഡ് ചെയ്യുന്നത് ശരിയാണോ, ലഡ്ഡുവിനത് മാച്ചാണോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ലഡ്ഡു ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇതിനങ്ങനത്തെ ഒരു ടേസ്റ്റോ ഒന്നുമില്ല. ഗീ ആണെങ്കിലും ബട്ടറാണെങ്കിലും എന്താണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത്, അല്ലാതെ നിങ്ങൾ പുറത്ത് പോയിട്ടൊന്നും വാങ്ങണം. നിങ്ങളുടെ കയ്യിൽ എന്ത് തരം ഓയിലാണോ ഉള്ളത്, അല്ലെങ്കിൽ ഗീ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം അത് നോക്കിയാൽ മതി. പിന്നെ ഏലക്കയും കറാമ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കല്ല, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അതിലേക്ക്. അപ്പോൾ ആക്ച്വലി ഇത് തിളയ്ക്കുന്ന സമയം, അല്ലെ ഇത് ഇവിടെ ആവുന്ന സമയം ഞാനത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഇതും കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അതിന് പകരം ഞാൻ ഇവിടെ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിലേനോ ക്യാമറ വെച്ചത്, അതാണ് അങ്ങനെ ആയിപ്പോയത്. അപ്പം അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 5-6 എണ്ണം അത്ര മതി. അത് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതാണ് ഞാൻ ബട്ടർ ഇട്ടിട്ട്, ബട്ടറാണെങ്കിൽ അതിലേക്ക് മിക്സും ആവുന്നില്ല. അത് കഴിഞ്ഞ് ഒരു പാത്രം എടുക്കുക, നമുക്കതിൽ മിക്സ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മൾ ഓൾറെഡി ഓയിൽ എടുത്തിട്ട് ആക്കി വെച്ച ആ ഒരു ഇത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു അത് പൊടിച്ചെടുക്കുക, മിക്സിയിലിടണ്ട അല്ലെങ്കിൽ ഇതിലിടണ്ടെന്ന് ഞാൻ വിചാരിച്ചതാണ്. കൈകൊണ്ട് തന്നെ നമ്മൾ മറ്റേ ഒരു സാധനം ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, അത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ നടക്കില്ല, ഇത്രയും ഉള്ളതുകൊണ്ട് അത് നടക്കില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ മിക്സിയിലിട്ടു. അപ്പോൾ ഇത് കുറച്ച് വലിയ പാത്രം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവും കേട്ടോ. കാരണം ഇത് കുഴച്ചെടുത്തിട്ട് ആ ലഡുവിൻ്റെ പരിവാക്കുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വലിയൊരു പാത്രമാണെങ്കിൽ കുറച്ചുകൂടി നന്നാകും. ഞാൻ ഇതൊക്കെ പറയുന്നത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഈ കുക്കിംഗ് സ്കിൽസ് അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എത്ര കാര്യമായിട്ട് എടുക്കണം. നിങ്ങൾക്കറിയാലോ ഏതൊക്കെ പാത്രം എടുക്കണ്ട എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ ഈ പറഞ്ഞ സാധനം കൊണ്ടാണ് ഇടിച്ചാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത്രയൊക്കെ ഇടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മിക്സിയിൽ തന്നെ ഇട്ടു. അപ്പോൾ ഇടിച്ചൊരു പകുതി എത്തപ്പോൾ, പകുതിയല്ല, ഒരു 0.01% എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി നടക്കില്ല. പക്ഷേ ഇത് നടക്കും കേട്ടോ, സമയമെടുക്കും. അതിന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല നമ്മൾ നോക്കണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് മിക്സിയിലേക്ക് ഇട്ടു. അത് ഓരോ ട്രിപ്പായിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തു. മിക്സിയിലെടുക്കുമ്പം കുറേ ക്വാണ്ടിറ്റി ഇട്ടാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്സി ജാറിലിടുമ്പോൾ കുറേ ക്വാണ്ടിറ്റി എടുത്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഞാൻ മൊത്തം അടിച്ചെടുത്ത് ഫസ്റ്റത്തെ ട്രിപ്പിൽ തന്നെ ഞങ്ങൾക്ക് ഇത്ര കിട്ടി. അങ്ങനെ ഈ കാണുന്ന അത്രയും ഞാൻ അതിലേക്ക് ആക്കിയെടുത്തു. ഇത്രയും നമുക്ക് ക്വാണ്ടിറ്റി കിട്ടി. ഞാൻ പറഞ്ഞില്ലേ, ഒരു 20-26 ലഡു ഉണ്ടാക്കാനുള്ള പാകത്തിനുള്ള സാധനം നമുക്ക് റെഡിയായി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഷുഗർ സിറപ്പ്, അതായത് ഇപ്പം ഒരു കപ്പ് വെള്ളം ഉണ്ടാവും, ഒരു കപ്പ് വെള്ളം ഉണ്ട്, നമ്മളൊരു കപ്പ് വെള്ളമാണല്ലോ എടുത്തത്. ആ ഒരു കപ്പ് നിറച്ചു അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഇത് വെള്ളം ആഡ് ചെയ്താൽ കൂടി പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ കൂടിപ്പോയില്ല. കറക്റ്റ് നമ്മൾ എത്രയാണോ ആ വെള്ളം നമ്മൾ
പഞ്ചസാര ലായനി എടുത്ത് വെച്ചത് അത് കറക്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാലേ കറക്റ്റ് ഇതിന് മധുരം കിട്ടും. ആദ്യം ഞാൻ ഇത്ര ആക്കിയിട്ട് ഞാൻ ടേസ്റ്റ് നോക്കി, പക്ഷെ മധുരം കറക്റ്റ് ആയില്ല. കുറച്ചുകൂടി അതിലേക്ക് ആഡ് ചെയ്യാണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ മധുരം ആവാഞ്ഞത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നതായിരുന്നു. അപ്പം എന്തായാലും ഈ ഒരു സ്റ്റേജിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുക്കിംഗ് സക്സസ് ആണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ലഡുവിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്താ പറയുക, തിന്നാനുള്ളൊരു സ്മെല്ല്, കൊതി തോന്നുന്നൊരു സ്മെല്ലൊക്കെ വന്നു. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് വന്നപ്പോൾ നമ്മൾ മിക്സി ജാറിലിട്ട് അത് പൊടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ടേസ്റ്റ് എത്തും കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റ് മിക്സ് ചെയ്തു. നന്നായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് വേണമെങ്കിൽ മിക്സ് ചെയ്യുക. അപ്പോൾ എല്ലാ വെള്ളവും അതിലേക്ക് ഒഴിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കറക്റ്റ് എല്ലാ വെള്ളവും അതിലേക്ക് ഒഴിച്ചു. നന്നായിട്ട് കൈ കൊണ്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തു. കാരണം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പം അവസാനം ഒരിത്തിരി വെള്ളം ബാക്കിയുള്ളപ്പോൾ ഞാനത് ഇത്ര ആഡ് ചെയ്ത് കൊടുത്തതാണ്. കറക്റ്റ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് നോക്കി. അപ്പോഴത്തേനും ആ പഞ്ചസാരേൻ്റെ ആ വെള്ളം കറക്റ്റ് അതിലേക്ക് പിടിച്ചിരുന്നു. നമുക്ക് എത്രയാണോ വേണ്ടത്, വലിയ ലഡു വേണം, വലിയ കൈ ഉണ്ടെങ്കിൽ വലിയ ലഡു ഉണ്ടാക്കുക. എൻ്റെ കൈക്ക് ഭയങ്കര വലുപ്പം കുറവാണ്. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞു ലഡു ഉണ്ടാക്കി എടുത്തു. ഇതിൽ വെക്കേണ്ട ഒരു മുന്തിരി ഉണ്ട് എൻ്റെ കയ്യിൽ. ആ മുന്തിരി അപ്പോൾ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായ ഒരു മുന്തിരി ഞാൻ വെച്ച് അത് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഞാൻ ഓരോ ലഡു ഉണ്ടാക്കിയെടുത്തു. നിങ്ങൾക്ക് എത്ര ചെറുതൊക്കെ ഉണ്ടാകും, കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞു ലഡു ഒക്കെ ഉണ്ടാക്കി അവർക്ക് ഇഷ്ടമാവും. ഇത് അത്ര ഞാൻ പറയാണ്, അവർക്കൊക്കെ ഇഷ്ടമാവും. വീട്ടിലുണ്ടാക്കിയെടുക്കുന്നതല്ലേ, ഓവറായിട്ട് നമ്മൾ നെയ്യോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവർക്കൊക്കെ ഇഷ്ടമാവും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗസ്റ്റൊക്കെ വരുമ്പം പുറത്തേക്ക് ഓടുന്നതിലും നല്ലത് നമുക്ക് ഒരു ഇത്ര സമയം ഉണ്ടെങ്കിൽ നമ്മളൊരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കാൻ ഇതൊക്കെ ഒരു നന്നായിരിക്കും കേട്ടോ. കാരണം അവർക്കും ഇഷ്ടമാവും. ഞാനിവിടെ എല്ലാവർക്കും കൊടുത്തപ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഞാനാണ് ഇത് ഉണ്ടാക്കിയതെന്ന്. അപ്പം എന്തായാലും ഞാനൊരു 20-26 ലഡു ഉണ്ടാക്കിയെടുത്തു. ഭയങ്കര ഹാപ്പിയായി. ബിക്കോസ് ഞാൻ ആദ്യമായിട്ടാണ് ലഡു ഒക്കെ ഉണ്ടാക്കണമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ ഇതിനൊക്കത്തിനും കാരണം ഒരേ ഒരാളാണ്, ചോട്ടാ ഭീമിൻ്റെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ലഡു തിന്നാൻ തോന്നിയത്. അതുകൊണ്ട് അപ്പോൾ ഞാൻ നോക്കി ലഡു ഉണ്ടാക്കുന്നതൊക്കെ എങ്ങനെയാണ്. അങ്ങനെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കുന്നതാണ്. ഇത് ലഡു വേറെ രീതിയിൽ ഉണ്ടാക്കുന്നതും ഉണ്ടാവും, പക്ഷേ എൻ്റെ ഒരു ഈസിയസ്റ്റ് വേ ഇതാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ് മക്കളെ, നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവും, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതാ ഓരോ ലഡുവിൻ്റെ മേലെ ഞാൻ മുന്തിരി വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് മുന്തിരി വെച്ചെടുത്ത്. മൊത്തം മുന്തിരി വെച്ച് കൊടുക്കാൻ ലഡുവിന് വലുപ്പമില്ല, അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തു. ഞാൻ ഉണ്ടാക്കിയെടുത്ത് നല്ല അടിപൊളി ലഡുകളിലാണ്. ലഡുവിൻ്റെ മേലെ കണ്ട മുന്തിരി കണ്ടിട്ട് എനിക്ക് ചിരി വന്നു. അതായത് ഞാൻ വലിയ മുന്തിരിയും കുഞ്ഞു ലഡു ആയി പോയ പോലെ എനിക്ക് തോന്നി. അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ലഡു ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയയ്ക്കുക, അല്ലെങ്കിൽ എന്നെ അറിയിക്കുക ആ ലഡു എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ അശ്വിന് ഞാൻ കൊടുത്തു. അശ്വിന് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ചോട്ടാ ഭീമിൻ്റെ അത് കണ്ടിട്ട് ലഡു ഉണ്ടാക്കി, അപ്പോൾ എനിക്ക് ശക്തി കിട്ടി. ഞാൻ പറഞ്ഞു അടിപൊളിയാണോ, ടേസ്റ്റ് ഉണ്ട്? അപ്പോൾ അങ്ങനെ വന്ന ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ ഇച്ചായ വന്നപ്പോൾ ഒരു ലഡു കൊടുത്തു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇച്ചായൻ ചോട്ടാ ഭീമും ഞാൻ ടുണ്ടുനാൻറ്റിയുമാണ്. അപ്പോൾ ചോട്ടാ ഭീം വന്നപ്പോൾ ടുണ്ടുനാൻറ്റി ലഡു ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ ലഡു കഥ ഇതാണ്. ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.